വീഡിയോ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഹെൽത്ത് ടിപ്സ് തന്നെയാണ് കേട്ടോ. നമുക്ക് നമ്മുടെ കഫക്കെട്ടിനെയും ജലദോഷത്തിനെയൊക്കെ ഓടിക്കാൻ പറ്റിയ നല്ലൊരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു മഴക്കാലത്ത് നമുക്ക് വളരെയധികം ഇഫക്റ്റീവ് ആയിരിക്കും കേട്ടോ. അപ്പം നമുക്ക് ഈ ഒരു ഓയിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പനിക്കൂർക്ക ഇല ആവശ്യമായിട്ടുണ്ട്. പനിക്കൂർക്ക ഇല ഇല്ലാത്തവരുണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ തുളസി ഇല വെച്ചും ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ. പക്ഷെ തുളസി ഇലയെക്കാളും കുറച്ചും കൂടി ഇഫക്റ്റീവ് ആയിട്ടുള്ളത് പനിക്കൂർക്ക ഇല തന്നെയാണ്. അപ്പോൾ പനിക്കൂർക്ക ഇല കിട്ടുവാണെങ്കിൽ നിങ്ങൾ അത് തന്നെ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. പനിക്കൂർക്ക ഇല ഞാനിവിടെ നല്ല ഫ്രഷ് ആയിട്ടുള്ള പനിക്കൂർക്ക ഇല റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഈ പനിക്കൂർക്ക ഇലേനെ ഞവര ഇല അങ്ങനെ പല പേരുകളിൽ അറിയപ്പെടും. പക്ഷേ ഇതിൻ്റെ ഗുണമെന്ന് പറയുന്നത് ഒരുപാടാണ് കേട്ടോ. അപ്പോൾ ഇത് ഉപയോഗിക്കുന്നവർ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുക, വളരെ നല്ലൊരു റിസൾട്ട് കിട്ടും. കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കണേ. ഇനി നമുക്ക് നമ്മളുടെ ഈ ഓയിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ആവശ്യമായിട്ടുണ്ട്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1/4 കപ്പ് വെളിച്ചെണ്ണയാണ് കേട്ടോ. വെളിച്ചെണ്ണയിലോ അതുപോലെ തന്നെ നമ്മളുടെ കടുകെണ്ണയുണ്ടല്ലോ, കടുകെണ്ണ മേടിക്കാൻ കിട്ടും, ആ കടുകെണ്ണയിലോ നമുക്കിത് ചെയ്യാവുന്നതാണ്. വെളിച്ചെണ്ണയിലാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്, കടുകെണ്ണയിൽ ഞാൻ ചെയ്യാറുണ്ട്. അപ്പം നല്ല ചൂടുകട്ടിയുള്ളൊരു പാത്രത്തിലേക്ക് നമുക്ക് നമ്മളുടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മളുടെ ആവശ്യം എത്രയാണോ അതനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ 1/4 കപ്പിനുള്ളതാണ് കാണിക്കുന്നത്. എണ്ണ ആയതുകൊണ്ട് നമുക്ക് വളരെയധികം ഉപകാരപ്രദമാണ്, കുറച്ച് ദിവസം കേടാവാതെ ഇരിക്കുകയും ചെയ്യും കേട്ടോ. അപ്പം ചൂടായി വരുന്ന ആ ഒരു എണ്ണയിലേക്ക് നമുക്ക് നമ്മളുടെ പനിക്കൂർക്ക ഇല ഇട്ട് കൊടുക്കാം. പനിക്കൂർക്ക ഇല വെച്ചുണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു സോപ്പിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു സോപ്പാണ്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണതും. അപ്പം ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കുക. ഞാനിവിടെ 5 ഇലയാണ് എടുത്തിരിക്കുന്നത്. അതായത് 1/4 കപ്പ് നമ്മളുടെ വെളിച്ചെണ്ണയ്ക്ക് 5 പനിക്കൂർക്ക ഇലയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഈ ഒരു പനിക്കൂർക്ക ഇല നന്നായിട്ട് അതിനകത്ത് കിടന്നൊന്ന് പൊട്ടി അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണം. കണ്ടോ, ഇപ്പം തന്നെ ആ കളറൊന്ന് എണ്ണയുടെ കളറ് മാറി വരുന്നുണ്ട്. ഞാൻ അതിൻ്റെ പാകം കാണിച്ചു തരാം കേട്ടോ. ഇനി നമുക്ക് അതിനകത്ത് മറ്റൊരു ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർത്ത് കൊടുക്കണം. അത് നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കുരുമുളകാണ് കേട്ടോ. കുരുമുളകിൻ്റെ ഗുണങ്ങൾ അറിയാമല്ലോ. നമ്മളെല്ലാവരും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമാണ് നമ്മളുടെ കുരുമുളക് എന്ന് പറയുന്നത്. ഇത്തിരി കുഞ്ഞനാണെങ്കിലും ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട് നമ്മളുടെ ഈ കുരുമുളകിന്. അപ്പം ഈ കുരുമുളക് നമുക്കൊരു 7 എണ്ണമാണ് ആവശ്യമായിട്ടുള്ളൂ കേട്ടോ. അപ്പം ഞാനിവിടെ 7 കുരുമുളകും കൂടെ നമ്മളുടെ ആ ഒരു എണ്ണയ്ക്കകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുരുമുളക് നമ്മളുടെ ജലദോഷത്തിനെ കുറയ്ക്കാനുള്ള ഒരുപാട് ഗുണങ്ങൾ കുരുമുളകിനുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ ദേഹം വേദനയെ കുറയ്ക്കാനായിട്ടും ഈ കുരുമുളക് നമ്മളെ ഒരുപാട് സഹായിക്കും കേട്ടോ. അപ്പം 7 എണ്ണമാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് അത് നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കണം. അപ്പോൾ ഈ കുരുമുളകും നമ്മളുടെ ഇലയും ഈ ഒരു രീതിയിലേക്കാവും കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. കുരുമുളക് ഒന്ന് നന്നായിട്ടൊന്ന് പൊട്ടി വരണം കേട്ടോ. അതാണ് നമ്മളുടെ എണ്ണയുടെ പാകം എന്ന് പറയുന്നത്. മീഡിയം ടു ലോ ഫ്ലെയിമിലായിരിക്കണം എപ്പോഴും തീ ഉണ്ടാവേണ്ടത്, അതും ശ്രദ്ധിക്കണേ. അപ്പം വളരെ എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ഈ ഒരു മഴക്കാലത്ത് ഈ ഒരു എണ്ണ നിങ്ങളെ ഒരുപാട് സഹായിക്കും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഒരാഴ്ചയൊക്കെ വരെ നന്നായിട്ടിരുന്നോളൂ കേട്ടോ, കേടൊന്നും ആവത്തില്ല. അപ്പം ട്രൈ ചെയ്യാൻ മറക്കരുത്. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പം നമ്മളുടെ ഓയിൽ നമുക്ക് നമ്മളുടെ നെറുകയിലും അതുപോലെ തന്നെ ചെസ്റ്റിലും പുറം ഭാഗങ്ങളിലും ഒക്കെ നമുക്ക് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. മറ്റൊരു നല്ല ടിപ്പുമായി മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണാം. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. തുടർന്ന് വന്ന വീഡിയോസൊക്കെ കാണുമല്ലോ. മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.